നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്നത്തെ പുതിയ ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 15, 2026 ഇന്ത്യൻ സമയം രാവിലെ 5:15. എത്ര പേർ ഇന്നൊരു യുദ്ധത്തിന്റെ നടുവിലാണ്? എത്ര പേർ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടതായി തോന്നുന്നു? എത്ര പേർ പരാജയത്തിന്റെ വക്കിൽ നിൽക്കുന്നു? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിശ്ചലരായിരുന്ന് കാണുവിൻ, യുദ്ധം എന്റേതാകുന്നു, ജയം നിങ്ങളുടേതാണ്. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങളുടെ യുദ്ധം എന്തായാലും, സാമ്പത്തികമോ ആരോഗ്യപരമോ കുടുംബപരമോ ആത്മീയമോ, ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. സർവശക്തനായ സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് ക്ഷീണിതരായി, എന്നാൽ പ്രതീക്ഷയോടെ. ഞങ്ങൾക്ക് ചുറ്റും യുദ്ധങ്ങളുണ്ട്. ശത്രുക്കൾ ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. പ്രശ്നങ്ങൾ പർവ്വതങ്ങൾ പോലെ ഉയർന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ അറിയുന്നു, അങ്ങ് ഞങ്ങളുടെ യുദ്ധം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ പരിചയാണ്. അങ്ങ് ഞങ്ങളുടെ കോട്ടയാണ്. അങ്ങ് ഞങ്ങളുടെ വിടുവിക്കുന്നവനാണ്. ഇന്ന് അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങളെ മൂടണമേ. അങ്ങയുടെ ജയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെയും പാദപീഠമാക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണമേ. ഞങ്ങളുടെ എല്ലാ യുദ്ധങ്ങളിലും വിജയം അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ ജയം അനുഭവപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ വിജയിയായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളുടെ യുദ്ധം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് യുദ്ധങ്ങൾ നടക്കുന്നു? ഒരുപക്ഷേ സാമ്പത്തിക യുദ്ധം, കടം, ദാരിദ്ര്യം, നഷ്ടം, ആരോഗ്യയുദ്ധം, രോഗം, വേദന, ദുർബലത, കുടുംബയുദ്ധം, സംഘർഷം, വേർപിരിയൽ, നിരാകരണം, മാനസിക യുദ്ധം, ഭയം, ഉത്കണ്ഠ, വിഷാദം, ആത്മീയയുദ്ധം, പ്രലോഭനം, സംശയം, ആത്മീയ ആക്രമണം. ഏത് യുദ്ധമായാലും ദൈവം പറയുന്നു, ഞാൻ നിനക്കായി യുദ്ധം ചെയ്യും. ബൈബിളിലെ യുദ്ധങ്ങൾ ദൈവം എങ്ങനെ യുദ്ധം ചെയ്യുന്നു? 1. ചെങ്കടൽ യുദ്ധം, മോശയുടെ അനുഭവം. പുറപ്പാട് 14. ഇസ്രായേല്യർ കടലിനും ഈജിപ്റ്റ് സൈന്യത്തിനുമിടയിൽ കുടുങ്ങി. പുറപ്പാട് 14:13 മുതൽ 14 വരെ. മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചുനിൽപ്പിൻ. കർത്താവ് ഇന്ന് നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന രക്ഷയെ കാണുവിൻ. കർത്താവ് നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. എന്താണ് സംഭവിച്ചത്? മോശ കടലിന്റെ മേൽ കൈ നീട്ടി. കടൽ രണ്ടായി പിളർന്നു. ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു. ഈജിപ്റ്റ് സൈന്യം വെള്ളത്തിൽ മുങ്ങി നശിച്ചു. ദൈവം തന്നെ യുദ്ധം ചെയ്തു. ജനം നോക്കി നിന്നു. 2. യെരീഹോ യുദ്ധം, യോശുവയുടെ അനുഭവം. യോശുവ 6. ഉയർന്ന കോട്ടമതിലുകൾ, അഭേദ്യമായ കവാടങ്ങൾ. ദൈവത്തിന്റെ നിർദ്ദേശം: ചുറ്റിനടക്കുക, കാഹളമൂതുക, ആർപ്പിടുക. യോശുവ 6:20. ജനം ആർത്തു, കാഹളമൂതി. കാഹളനാദം കേട്ടിട്ട് ജനം മഹാഘോഷത്തോടെ ആർത്തപ്പോൾ മതിൽ വീണു. മനുഷ്യൻ മതിൽ തകർത്തില്ല, ദൈവം തകർത്തു. 3. ഗിദിയോന്റെ യുദ്ധം, 300 പേർ 135,000 ശത്രുക്കൾക്കെതിരെ. ന്യായാധിപന്മാർ 7. അസാധ്യമായ സംഖ്യാവ്യത്യാസം. ദൈവം പറഞ്ഞു, സൈന്യം കുറയ്ക്കൂ, 32,000 പേരിൽ നിന്ന് 300 പേരിലേക്ക്. എന്തുകൊണ്ട്? ഇസ്രായേൽ എന്നെ പ്രതി എന്റെ കൈതന്നെ എന്നെ രക്ഷിച്ചുവെന്ന് പറഞ്ഞ് ഗർവിക്കരുത്. 300 പേർ വെറും വിളക്കുകളും കാഹളങ്ങളും പാത്രങ്ങളുമായി. ന്യായാധിപന്മാർ 7:22. അവർ 300 കാഹളമൂതിയപ്പോൾ കർത്താവ് പാളയത്തിൽ എല്ലായിടത്തും ഏവന്റെയും വാൾ കൂട്ടുകാരന്റെ മേൽ തിരിപ്പിച്ചു. ശത്രുക്കൾ സ്വയം തമ്മിൽ യുദ്ധം ചെയ്തു നശിച്ചു. 4. യഹോശാഫാത്തിന്റെ യുദ്ധം, സ്തുതിയിലൂടെയുള്ള ജയം. 2 ദിനവൃത്താന്തങ്ങൾ 20. 3 ശത്രുസൈന്യങ്ങൾ വരുന്നു. യഹോശാഫാത്ത് പ്രാർത്ഥിച്ചു. 2 ദിനവൃത്താന്തങ്ങൾ 20:12. ഞങ്ങളുടെ ദൈവമേ, അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങൾക്ക് വരുന്ന ഈ മഹാപുരുഷാരത്തോടെതിർത്തു നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യണം എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ കണ്ണ് അങ്ങയിലേക്ക് തന്നെയാകുന്നു. ദൈവം പറഞ്ഞു. 2 ദിനവൃത്താന്തങ്ങൾ 20:15. ഈ മഹാപുരുഷാരത്തെ നിമിത്തം ഭയപ്പെടുകയും ഭ്രമിക്കുകയും ചെയ്യേണ്ട. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ.
അവർ സൈന്യത്തിനു മുൻപായി സ്തുതിക്കാരെ അയച്ചു. 2 ദിനവൃത്താന്തങ്ങൾ 20:22 അവർ സംഗീതത്തോടും സ്തോത്രത്തോടും കൂടെ പാടുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യർ, മോവാബ്യർ, സേയീർ പർവ്വതക്കാർക്ക് വിരോധമായി പതിയിരിപ്പുകാരെ വെച്ചു. അവർ തോൽപ്പിച്ചുപോയി. ദൈവം എങ്ങനെ നിങ്ങളുടെ യുദ്ധം ചെയ്യുന്നു? 1. അസാധാരണ മാർഗങ്ങളിലൂടെ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ ദൈവം പ്രവർത്തിക്കുന്നു. അപ്രതീക്ഷിത സഹായം, അത്ഭുതകരമായ പരിഹാരങ്ങൾ, ശത്രുക്കൾ സ്നേഹിതരാകുന്നു, അവസാന നിമിഷത്തെ രക്ഷ. 2. നിങ്ങളുടെ ശത്രുക്കളെ തമ്മിൽ തിരിച്ച്. നിങ്ങളെ നശിപ്പിക്കാൻ വന്നത് പരസ്പരം നശിപ്പിക്കുന്നു. നിങ്ങൾക്കെതിരായ പദ്ധതികൾ തകരുന്നു. ശത്രുക്കൾ പരാജയപ്പെടുന്നു. സംഘടിത ആക്രമണം ചിതറിപ്പോകുന്നു. 3. പ്രകൃതിയെ ഉപയോഗിച്ച്. യോശുവ 10:11 ദൈവം ആകാശത്തുനിന്ന് വലിയ കല്ലുകൾ മഴ പെയ്പ്പിച്ചു. ദൈവത്തിന് എല്ലാം നിയന്ത്രണത്തിലാണ്. 4. ദൂതന്മാരെ അയച്ച്. സങ്കീർത്തനം 34:7 കർത്താവിന്റെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നിങ്ങൾ കാണാത്ത സ്വർഗീയ സൈന്യം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നു. 3 ശക്തമായ സാക്ഷ്യങ്ങൾ. ആദ്യത്തെ സാക്ഷ്യം, സാമ്പത്തിക യുദ്ധത്തിൽ നിന്ന് ജയം. കേരളത്തിലെ ഒരു സഹോദരൻ. ബിസിനസ് പരാജയപ്പെട്ടു. 25 ലക്ഷം രൂപ കടം. കടം കൊടുത്തവർ വീട് കയ്യേറാൻ നോട്ടീസ് അയച്ചു. ഭാര്യയും കുട്ടികളും പരിഭ്രാന്തരായി. ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചു. എന്നാൽ ഒരു രാത്രി പുറപ്പാട് 14:14 വായിച്ചു. കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, അങ്ങെനിക്കായി യുദ്ധം ചെയ്യണം. അടുത്ത ആഴ്ച അത്ഭുതകരമായി. പഴയ ഒരു ക്ലയന്റ് വിളിച്ചു. 10 ലക്ഷം രൂപയുടെ ഓർഡർ. ഒരു ബന്ധു അപ്രതീക്ഷിതമായി 5 ലക്ഷം രൂപ കടം തന്നു, പലിശയില്ലാതെ. സർക്കാർ ഒരു സബ്സിഡി അംഗീകരിച്ചു, 8 ലക്ഷം രൂപ. കടം കൊടുത്തവരിൽ ഒരാൾ പറഞ്ഞു, 1 വർഷം കാത്തിരിക്കാം. 1 വർഷത്തിനുള്ളിൽ എല്ലാ കടവും തീർത്തു. ഇപ്പോൾ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ യുദ്ധം ചെയ്തില്ല, ദൈവം എനിക്കായി യുദ്ധം ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം, ആരോഗ്യയുദ്ധത്തിൽ നിന്ന് ജയം. ഒരു സഹോദരി, ക്യാൻസർ സ്റ്റേജ് 3. ഡോക്ടർമാർ പറഞ്ഞു, ചികിത്സിച്ചാൽ 30% അതിജീവനം. ഭർത്താവ്, കുഞ്ഞുങ്ങൾ തകർന്നു. പള്ളി പ്രാർത്ഥിച്ചു. അവൾ തീരുമാനിച്ചു, ഈ യുദ്ധം ദൈവത്തിൻ്റേതാണ്. ഞാൻ ചികിത്സയെടുക്കും, പക്ഷെ ദൈവം എന്റെ യുദ്ധം ചെയ്യും. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങെന്റെ രോഗത്തോട് യുദ്ധം ചെയ്യണം. ചികിത്സയുടെ 3ാം സൈക്കിളിന് ശേഷം ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. ക്യാൻസർ പൂർണ്ണമായും അപ്രത്യക്ഷമായി. 5 വർഷം കഴിഞ്ഞു. പൂർണ്ണമായും ആരോഗ്യവതി. അവൾ പറയുന്നു, മെഡിസിൻ സഹായിച്ചു, പക്ഷെ ദൈവം യുദ്ധം ചെയ്തു. 3ാമത്തെ സാക്ഷ്യം, കുടുംബയുദ്ധത്തിൽ നിന്ന് ജയം. ഒരു സഹോദരന്റെ വിവാഹം തകരുകയായിരുന്നു. ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടു. കുട്ടികൾ 2 പേരും കരയുകയായിരുന്നു. കുടുംബം രക്ഷിക്കാൻ എല്ലാം ശ്രമിച്ചു. കൗൺസിലിംഗ്, മധ്യസ്ഥർ, നിരാശ. ഒരു ദിവസം പ്രാർത്ഥനയിൽ ദൈവം പറഞ്ഞു, നീ യുദ്ധം ചെയ്യുന്നത് നിർത്തുക, ഞാൻ യുദ്ധം ചെയ്യും. അന്നുമുതൽ അദ്ദേഹം പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. വാദിക്കുന്നത് നിർത്തി, നിർബന്ധിക്കുന്നത് നിർത്തി, ദൈവത്തെ വിട്ടുകൊടുത്തു. 3 മാസത്തിനുള്ളിൽ ഭാര്യയുടെ ഹൃദയം മാറി. അവൾ തിരിച്ചുവന്നു. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്, എന്നാൽ എന്റെ ഹൃദയം മാറിയെന്നു പറഞ്ഞു. ഇപ്പോൾ അവരുടെ വിവാഹം ശക്തമാണ്. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യാൻ നിർത്തിയപ്പോൾ ദൈവം യുദ്ധം ചെയ്തു. സങ്കീർത്തനം 37:5-6 നിന്റെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്ക, അവനിൽ ആശ്രയിക്ക, അവൻ നിവർത്തിക്കും. അവൻ നിന്റെ നീതി പ്രകാശം പോലെയും നിന്റെ ന്യായം ഉച്ചവെയിലുപോലെയും വെളിപ്പെടുത്തും. നിങ്ങൾ എന്തു ചെയ്യണം ദൈവം യുദ്ധം ചെയ്യാൻ? പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളൊന്നും ചെയ്യണ്ടേ? ഇല്ല, നിങ്ങൾക്കൊരു പങ്കുണ്ട്. എന്നാൽ അത് യുദ്ധം ചെയ്യലല്ല. 6 പ്രധാന കാര്യങ്ങൾ. 1. നിശ്ചലരായിരിക്കുക. സങ്കീർത്തനം 46:10 അടങ്ങിയിരിക്കുവിൻ, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിശ്ചലമായിരിക്കുക എന്നാൽ പരിഭ്രമിക്കുന്നത് നിർത്തുക, സ്വന്തമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക, ഓടിക്കളയുന്നത് നിർത്തുക, ദൈവത്തെ വിശ്വസിക്കുക. 2. വിശ്വാസത്തിൽ നിൽക്കുക. എബ്രായർ 11:6 വിശ്വാസം കൂടാതെ ദൈവത്തിന് പ്രസാദമായിരിക്കുന്നത് അസാധ്യം. നിങ്ങൾ കാണുന്നില്ലെങ്കിലും വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കുന്നു.
ദൈവം യുദ്ധം ചെയ്യുന്നു, ദൈവം ജയം നൽകും. 3. വചനം പറയുക. മത്തായി 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. നിങ്ങളുടെ സാഹചര്യത്തോട് വചനം പറയുക. രോഗത്തോട്, യേശുവിന്റെ മുറിവുകളാൽ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നത്തോട്, എന്റെ ദൈവം എന്റെ സകല ആവശ്യവും നികത്തും. ഭയത്തോട്, ദൈവം എനിക്ക് നൽകിയത് ഭയത്തിന്റെ ആത്മാവല്ല. 4. സ്തുതിയിൽ ആയുധമെടുക്കുക. സങ്കീർത്തനം 149:6. അവരുടെ വായിൽ ദൈവത്തിന്റെ സ്തുതിയും അവരുടെ കയ്യിൽ ഇരുവായ് തവാളുമുണ്ടായിരിക്കട്ടെ. സ്തുതി ഒരു ആയുധമാണ്. സ്തുതി ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. സ്തുതി സ്വർഗീയ സൈന്യത്തെ പ്രവർത്തനത്തിലാക്കുന്നു. സ്തുതി നിങ്ങളുടെ വീക്ഷണം മാറ്റുന്നു. സ്തുതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യഹോശാഫാത്ത് ചെയ്തതുപോലെ യുദ്ധത്തിൽ സ്തുതിയോടെ പോകുക. 5. കീഴ്വഴക്കം പാലിക്കുക. യാക്കോബ് 4:7. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തിന് കീഴ്പ്പെടുക. അവന്റെ സമയം സ്വീകരിക്കുക. അവന്റെ വഴികൾ വിശ്വസിക്കുക. അവന്റെ പദ്ധതിക്ക് സമർപ്പിക്കുക. അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ദൈവം എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്? 1. അവസാന നിമിഷത്തിൽ. ദൈവം പലപ്പോഴും അവസാന നിമിഷത്തിൽ വരുന്നു. ചെങ്കടൽ, സൈന്യമെത്തിയപ്പോൾ. യെറീഹോ, 7-ാം ദിവസം. ലാസർ, മരിച്ചതിനുശേഷം. എന്തുകൊണ്ട്? അവന്റെ മഹത്വം കാണാൻ. 2. അസാധ്യമായപ്പോൾ. മർക്കോസ് 10:27. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് അസാധ്യമല്ല. ദൈവത്തിന് എല്ലാം സാധ്യമല്ലോ. മനുഷ്യൻ അസാധ്യമെന്നു പറയുമ്പോൾ ദൈവം നോക്കൂ എന്നു പറയുന്നു. 3. നിങ്ങൾ കീഴടങ്ങുമ്പോൾ. നിങ്ങൾ നിങ്ങളുടെ വഴി ഉപേക്ഷിച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ യോദ്ധാവേ, നീ വളരെ കാലമായി യുദ്ധം ചെയ്യുകയാണ്. നീ ക്ഷീണിതനാണ്. നീ തളർന്നിരിക്കുന്നു. നീ പരാജയത്തിന്റെ വക്കിലാണ്. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ യുദ്ധം ചെയ്യുന്നത് നിർത്തുക. ഞാൻ നിനക്കായി യുദ്ധം ചെയ്യും. ഞാൻ സൈന്യങ്ങളുടെ യഹോവയാണ്. ഞാൻ യുദ്ധക്കാരനായ ദൈവമാണ്. ഞാൻ ഒരിക്കലും തോൽക്കാത്ത വിജയിയാണ്. നിന്റെ സാമ്പത്തിക യുദ്ധം എന്റേതാണ്. നിന്റെ ആരോഗ്യയുദ്ധം എന്റേതാണ്. നിന്റെ കുടുംബയുദ്ധം എന്റേതാണ്. നിന്റെ മാനസിക യുദ്ധം എന്റേതാണ്. നിന്റെ ആത്മീയ യുദ്ധം എന്റേതാണ്. ഇന്നു മുതൽ ഞാൻ നിന്റെ ശത്രുക്കളെ നശിപ്പിക്കും. ഞാൻ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യമാക്കും. ഞാൻ നിന്റെ കടങ്ങൾ തീർക്കും. ഞാൻ നിന്റെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കും. നീ കാണും നിന്റെ ചെങ്കടൽ പിളരുന്നത്, നിന്റെ യെരീഹോ മതിലുകൾ വീഴുന്നത്, നിന്റെ ശത്രുക്കൾ പലായനം ചെയ്യുന്നത്, നിന്റെ വിജയം വരുന്നത്. എന്റെ നിർദ്ദേശം: നിശ്ചലനായിരിക്കുക, വിശ്വസിക്കുക, സ്തുതിക്കുക, കാത്തിരിക്കുക. യുദ്ധം എന്റേതാണ്. ജയം നിന്റേതാണ്. ഇതെന്റെ വാഗ്ദാനമാണ്. ഇത് നടക്കും. നീ വിശ്വസിക്കുന്നുവോ? നിന്റെ യുദ്ധം ചെയ്യുന്ന നിന്റെ ദൈവം. പുറപ്പാട് 15:3. കർത്താവ് യുദ്ധവീരനാകുന്നു. യഹോവ എന്ന് അവനു നാമം. ഇന്ന് ചെയ്യേണ്ട 7 കാര്യങ്ങൾ. 1. നിങ്ങളുടെ യുദ്ധം ദൈവത്തിന് കൈമാറുക. പ്രാർത്ഥിക്കൂ, ദൈവമേ, ഈ യുദ്ധം ഇനി എന്റേതല്ല, ഇതങ്ങരുടേതാണ്. പുറപ്പാട് 14:14 ഒരു കാർഡിൽ എഴുതുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ദിവസവും വായിക്കുക. യുദ്ധം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ദിവസവും 15 മിനിറ്റ് സ്തുതിക്കുക. യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം സ്തുതിക്കുക. നിങ്ങളുടെ സാക്ഷ്യം മുൻകൂട്ടി എഴുതുക. ദൈവം എങ്ങനെ എന്റെ യുദ്ധം ചെയ്തു എന്ന തലക്കെട്ടോടെ വിശ്വാസത്തിൽ എഴുതുക. ധൈര്യപൂർവം കാത്തിരിക്കുക. ഒരു പ്രാർത്ഥനാ ജേണൽ തുടങ്ങുക. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് രേഖപ്പെടുത്തുക. മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകുക. യുദ്ധത്തിലുള്ള മറ്റൊരാളോട് പറയുക, ദൈവം നിന്റെ യുദ്ധം ചെയ്യും. യുദ്ധപ്രഖ്യാപന പ്രാർത്ഥന. നിങ്ങളുടെ കൈകൾ ഉയർത്തി ശക്തിയായി എന്നോടൊപ്പം പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ യുദ്ധം കർത്താവിന്റേതാണ്. കർത്താവ് എനിക്കായി യുദ്ധം ചെയ്യുന്നു. ഞാൻ നിശ്ചലനായി നിൽക്കുന്നു. ഞാൻ ദൈവത്തിന്റെ രക്ഷ കാണുന്നു. ഇന്നു മുതൽ എന്റെ സാമ്പത്തിക യുദ്ധം കർത്താവിന്റേതാണ്. എന്റെ ആരോഗ്യയുദ്ധം കർത്താവിന്റേതാണ്. എന്റെ കുടുംബയുദ്ധം കർത്താവിന്റേതാണ്.
എന്റെ മാനസിക യുദ്ധം കർത്താവിൻ്റേതാണ്. എന്റെ ആത്മീയ യുദ്ധം കർത്താവിൻ്റേതാണ്. കർത്താവ് എന്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നു. കർത്താവ് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. കർത്താവ് എന്റെ മുറിവുകൾ സൗഖ്യമാക്കുന്നു. കർത്താവ് എന്റെ കടങ്ങൾ തീർക്കുന്നു. കർത്താവ് എന്റെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. എന്റെ ചെങ്കടൽ പിളരുന്നു. എന്റെ യെരിഹോ മതിലുകൾ വീഴുന്നു. എന്റെ ശത്രുക്കൾ പലായനം ചെയ്യുന്നു. ഞാൻ യുദ്ധം ചെയ്യുകയില്ല, കർത്താവ് ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കും, കാത്തിരിക്കും, സ്തുതിക്കും. ഞാൻ കാണും ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ജയം. ജയം എന്റേതാണ്, വിജയം എന്റേതാണ്. കർത്താവ് എനിക്കായി യുദ്ധം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിജയിയായ, ശക്തനായ, മഹത്വമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. സൈന്യങ്ങളുടെ യഹോവേ, സർവശക്തനായ ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും അങ്ങയുടെ യുദ്ധജയം അനുഗ്രഹിക്കണമേ. യുദ്ധത്തിലുള്ളവർക്ക് അവരുടെ യുദ്ധം അങ്ങേക്ക് കൈമാറട്ടെ. അവർ നിശ്ചലരായി നിൽക്കട്ടെ. അവർ അങ്ങയുടെ രക്ഷ കാണട്ടെ. ക്ഷീണിതർക്ക് അവർക്ക് പുതിയ ശക്തി ലഭിക്കട്ടെ. അവരുടെ ഭാരം അങ്ങ് ചുമക്കട്ടെ. അവർക്ക് വിശ്രമം ലഭിക്കട്ടെ. പരാജയത്തിന്റെ വക്കിലുള്ളവർക്ക് അവർക്ക് അങ്ങയുടെ ജയം കാണട്ടെ. അവരുടെ ശത്രുക്കൾ നശിക്കട്ടെ. അവർ വിജയഘോഷം മുഴക്കട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് പുതിയ വിശ്വാസം ലഭിക്കട്ടെ. അവർ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓർക്കട്ടെ. അവർക്ക് അത്ഭുതം അനുഭവിപ്പെടട്ടെ. ഇന്നു മുതൽ എല്ലാവരുടെയും യുദ്ധം അങ്ങേതാകട്ടെ. അങ്ങ് അവരുടെ യുദ്ധം ചെയ്യട്ടെ. അങ്ങ് അവരുടെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. അങ്ങ് അവർക്ക് ജയം നൽകട്ടെ. അവരുടെ ചെങ്കടൽ പിളരട്ടെ. അവരുടെ യെരിഹോ മതിലുകൾ വീഴട്ടെ. അവരുടെ ശത്രുക്കൾ പലായനം ചെയ്യട്ടെ. യേശുക്രിസ്തുവിന്റെ വിജയിയായ, യുദ്ധവീരനായ, സർവശക്തനായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കേണം. 2 ദിനവൃത്താന്തം 20:15. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. സങ്കീർത്തനം 24:8. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും പ്രാഗൽഭ്യവുമുള്ള യഹോവ, യുദ്ധപ്രാഗൽഭ്യമുള്ള യഹോവ തന്നെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, നിങ്ങളുടെ യുദ്ധം നിങ്ങളുടേതല്ല, അത് കർത്താവിൻ്റേതാണ്. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ല, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഓടേണ്ടതില്ല, നിങ്ങൾ നിശ്ചലരായിരിക്കണം. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ സ്തുതിക്കണം. ദൈവം നിങ്ങളുടെ യുദ്ധം ചെയ്യുന്നു. ജയം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ചെങ്കടൽ പിളരും. നിങ്ങളുടെ യെരിഹോ മതിലുകൾ വീഴും. നിങ്ങളുടെ ശത്രുക്കൾ പലായനം ചെയ്യും. കർത്താവ് നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ വിശ്വസിക്കൂ, കാത്തിരിക്കൂ, സ്തുതിക്കൂ, ജയിക്കൂ. ദൈവം നിങ്ങളുടെ യുദ്ധം ചെയ്യുന്നു.